ഹലോ, നമുക്കൊരു മെഹന്തി ഡിസൈൻ നോക്കിയാലോ? അപ്പോൾ ഇത് ഞാൻ ഇവിടെ നിന്ന് മെഹന്തി ഇടുമ്പോൾ എൻ്റെ ഉമ്മയായിട്ടാണ് വീഡിയോ എടുത്ത് തരുന്നത്. അതിൻ്റെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. നിങ്ങളെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ. പൊതുവേ ഞാനിങ്ങനെ മെഹന്തി വീഡിയോ എടുക്കുന്ന ടൈമിൽ എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിയുണ്ട്, കുഞ്ഞാറ്റ. ഓളാണ് വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി തല്ലുണ്ടാക്കി തെറ്റിയതുകൊണ്ട് തന്നെ ഓൾ വീഡിയോ എടുത്ത് തരൂല അത് പറഞ്ഞ് കൈ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഉമ്മാനെ കൂട്ടിയതാണ്. ഞാനാണെങ്കിൽ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ടൈമിൽ, മെഹന്തി വീഡിയോ ഇടുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ കൂടെ പറഞ്ഞുകൊണ്ടായിരിക്കും ഇടുക. അല്ലാണ്ട് എനിക്ക് ഈ മെഹന്തിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാൻ വലിയ അറിവില്ല. എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചെയ്യില്ല. അപ്പോൾ നമുക്ക് എന്നും അതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് കാണാം അല്ലേ. എൻ്റെ കുഞ്ഞിലെന്ന് പറയുമ്പോൾ ഒരു 1ാം ക്ലാസ്സിലൊക്കെ എത്തിയത് ആ ഒരു ടൈം എത്തുമ്പോൾ പിന്നെ അവിടെ നിന്നുള്ള നമ്മുടെ ഈദിനും എന്തെങ്കിലും കല്യാണം പരിപാടിയൊക്കെ വരുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഫുള്ള് മെഹന്തി ഇടണമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഈ ബ്രൈഡ്സൊക്കെ ഇടണ പോലെ ഫുള്ള് ഇടണം. അങ്ങനെ വീട്ടിൽ തല്ലായിരുന്നു. അത് പറഞ്ഞിട്ട് ഞാനും എൻ്റെ സിസ്റ്ററും കൂടി. എന്ന് വെച്ചാൽ ഓളാണ് എനിക്ക് ഇട്ടുതരുന്ന ആൾ. അപ്പോൾ എന്താ പറയുക, ഓൾക്ക് അതിനൊന്നും പറ്റുണ്ടാവില്ല. ഓൾക്ക് മടിയായിരിക്കും അങ്ങനെ ഫുള്ള് ഇട്ടുതരാൻ. എനിക്കാണെങ്കിൽ എങ്ങനെ ഇട്ടെന്നാലും എനിക്ക് പറ്റൂല. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായി തന്നെ. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഞങ്ങൾ രണ്ടും കൂടി പൊരിഞ്ഞ തല്ലായിരിക്കും. അപ്പം അത് കേട്ടാൽ ഞാൻ ചെറുതാണല്ലോ, അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ പറയും ഓള് പറഞ്ഞ പോലെ അങ്ങോട്ട് ഇട്ടുകൊടുത്താളാന്ന് പറയും വീട്ടിലെല്ലാവരും. അപ്പോൾ പിന്നെ വേറെ നിവർത്തിയില്ല, ഓൾ അതേപോലെ ഇട്ടൊക്കെ തരും. അങ്ങനെ എൻ്റെ കൈയൊക്കെ ഫുള്ള് നിറച്ച് തന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഓളിടാനിരിക്കും. ഓളത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നും ഓളതാണ് രസം, എൻ്റെത് രസമല്ലേ, ഓളിൻ്റെത് കോളാക്കിയെന്ന് പറഞ്ഞിട്ടാവും അടുത്തതല്ലേ. എനിക്കാണെങ്കിൽ ഓളെ കയ്യിലുള്ളതൊക്കെ അതേപോലെ എനിക്കും വേണമായിരുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നു. അത് പണ്ടും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും വലുതായി, കുറച്ചൊക്കെ വലിപ്പം വെച്ചു. ഇപ്പോഴത്തെ തല്ലെന്ന് വെച്ചാൽ ഞാനും എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടി കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ രണ്ടാളും കൂടി ഭയങ്കര സ്നേഹമൊക്കെ തന്നെയാണ്. പക്ഷെ എന്തെങ്കിലും വന്ന് വെറുതെ തൊട്ടതിനോ പൊടിച്ചതിനോ ഒക്കെ തല്ലുണ്ടാക്കാൻ നോക്കും. ഞങ്ങൾക്കതൊരു രസമാണ്. വെറുതെ ഇരിക്കണ എന്നെ വന്നുകാണ്ട് ഓളൊന്ന് തല്ലിക്കാണ്ട് പോവും. അപ്പം ഞാൻ പോയിട്ട് 2 കൊടുക്കും. അപ്പോൾ അവിടുന്ന് 4-5 ഇങ്ങോട്ട് കിട്ടും. അതാണ് തല്ല്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് എനിക്ക് ചീത്തയേക്കല്ലോ തുടങ്ങും ഉമ്മാൻ്റെ കയ്യിൽ നിന്ന്. ചിത്ര വലിപ്പമില്ലേ, ആ ചെറിയ കുട്ടീനായിട്ട് തല്ലുണ്ടാക്കാൻ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക, പണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാനും എൻ്റെ സിസ്റ്ററും വീട്ടിൽ തല്ലിട്ടാ. ഇപ്പം പിന്നെ ഇതൊക്കെ നേരെ തിരിച്ചാണ്. ഇതൊക്കെ നേരെ തിരിച്ച് എനിക്ക് കിട്ടല്ലോ തുടങ്ങി. അപ്പോഴൊക്കെ മനസ്സിലായത്. എന്നാൽ ഞങ്ങൾ മേമാക്കും മൂക്കും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അങ്ങനെ മിണ്ടാണ്ടിരിക്കാനോ കാണാതിരിക്കാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റൂല. ഞങ്ങൾക്ക് രണ്ടാക്കും ഇങ്ങനെ തല്ലൂടാനൊരു രസം. അവൾക്ക് ഇന്നായിട്ട് തല്ലൂടാനും എനിക്ക് ഓളായിട്ട് തല്ലൂടാനും ഒരു രസം, അത്രയൊക്കെ തന്നെ. അപ്പോഴത്തേ അതൊക്കെ പറഞ്ഞ് തീർന്നപ്പോഴത്തേ മെഹന്തിടൽ ഞാനിവിടെ അവസാനിപ്പിച്ചു എന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഞാനിതൊന്നും വിചാരിച്ചല്ല തുടങ്ങിയത്. പിന്നെ എനിക്ക് മടിയായി. അപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്തു, ഇത്ര മതിയെന്ന് വിചാരിച്ചിട്ട് നിർത്തിയത്. അപ്പോൾ നിങ്ങളെന്തായാലും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടാക്കണേ. ഒരു 500 സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തിക്കണേ.